പറയുന്നത്. കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികക്ക് എന്താണ് കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിനെ വളച്ചൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന? മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്. എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ? എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ? ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ വർഗ പാർട്ടിയാണെന്നല്ല പറയുന്നത്. നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സംവാദത്തിന് തയ്യാറാൻ കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, എല്ലാത്തിനും കുടിശ്ശികയല്ലേ? നെൽകൃഷിക്കാരന് അവൻ്റെ നെല്ല് വിറ്റാൽ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര നാളായി ഇതിനോട് സമരം ചെയ്തത്? നെൽകാർഷിക എന്തിനേറെ പറഞ്ഞ് മൃഗങ്ങൾ കൊന്ന് മനുഷ്യന്മാരുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് സമയത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറാവുണ്ട്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാക്കി അത് സമയത്തിന് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ PR-ന് ഒരു ബുദ്ധിമുട്ടുമില്ല, അതിന് പണം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പടം വെച്ച വാർത്തകൾ എല്ലാ ദിവസവും കാണാനുണ്ട്, അതിന് പണത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചതിന് അവർക്ക് ജാള്യത ഉണ്ടായതിന് പുറത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ മറുപടി പറയട്ടെ. ഒരു നിയോജകമണ്ഡലത്തിലൂടെ 40,000 പേരെങ്കിലും പെൻഷൻ വാങ്ങുന്നവരുണ്ട്. ഈ 66 ലക്ഷം എന്നെടുക്കുമ്പോൾ അപ്പോൾ നിലമ്പൂരിൽ ഇതുപോലെ 40,000 50,000 ആൾക്കാരുണ്ട്. ഇതൊരു വോട്ടിങ്ങിൽ കേസിയുടെ പ്രസ്താവന തിരിച്ചടിയാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കൃത്യമാണല്ലോ. ഞാൻ പറഞ്ഞ അവർക്ക് കിട്ടേണ്ടത് അവരുടെ അർഹതയാണ്, അവർക്ക് അർഹമായിട്ടുള്ള പെൻഷനാണ്, അവർക്ക് സമയത്തിന് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചത്. അല്ലല്ല അതിന് അതൊക്കെ